ആശ്വാസം നേടാം. ഹൃത്തിനുള്ളിൽ ജീവൻ നൽകും വചനം, തിരുവചനം. ഈ ലോകത്ത് എന്തിനെയെങ്കിലും ആരാധിക്കാതെ ഒരു മനുഷ്യനും ജീവിക്കാനാകില്ല. ശരീരവും മനസ്സും ആത്മാവുമുള്ള അവന് ശാരീരിക ആവശ്യങ്ങൾ നിറവേറ്റിക്കൊണ്ട് ജീവിക്കുമ്പോൾ അവൻ്റെ മനസ്സ്, അവൻ്റെ അന്തരാത്മാവ് എന്തിനൊക്കെയോ വേണ്ടി ദാഹിക്കും. അങ്ങനെയാണ് നമ്മുടെ പൂർവികർ മരത്തെ ആരാധിച്ചിരുന്നവർ, സൂര്യചന്ദ്രാദികളെ ആരാധിച്ചിരുന്നവർ, മൃഗങ്ങളെ ആരാധിച്ചിരുന്നവർ എന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. മനസ്സിൻ്റെ ഒരു വലിയ തൃഷ്ണയാണത്. തന്നേക്കാൾ ശക്തമായ, തന്നേക്കാൾ ബലമുള്ള എന്തിനോ തന്നെ സമർപ്പിക്കുക. അതിൻ്റെ നടുവിലാണ് ദൈവം കടന്നു വന്ന് തൻ്റെ ജനത്തെ തിരഞ്ഞെടുത്തത്. ആ ദൈവത്തിൻ്റെ അനന്തമായ സ്നേഹം തൻ്റെ തന്നെ മകനെ, യേശുവിനെ നമുക്ക് രക്ഷകനായി തന്ന് അവൻ പ്രകടമാക്കി. വചനഗ്രന്ഥം ഇതെല്ലാം നമുക്ക് വ്യക്തമായി പറഞ്ഞു തരുന്നുണ്ട്. അപ്പോൾ യേശു നമ്മുടെ ജീവിതത്തിലേക്ക് വന്നു. ഒരുപാട് കാര്യങ്ങൾ ദൈവത്തെക്കുറിച്ച് നമ്മെ പഠിപ്പിച്ചു. എബ്രായർ 1:1 നമ്മൾ വായിക്കും, പഴയ കാലത്ത് പ്രവാചകന്മാരിലൂടെ ദൈവം നമ്മോട് സംസാരിച്ചു. എന്നാൽ ഇന്നത്തെ കാലത്തോ തൻ്റെ ഏക മകനിലൂടെ ദൈവം നമ്മോട് സംസാരിക്കുന്നു. യേശുവാണ് ദൈവത്തെ നമുക്ക് പരിചയപ്പെടുത്തി തന്നത്. യേശുവാണ് ദൈവകൽപ്പനകൾ നമ്മോട് പറഞ്ഞു തന്നത്. യേശുവാണ് നമ്മെ കൈപിടിച്ച് ദൈവത്തിങ്കിലേക്കുള്ള വഴി തെളിച്ചു തന്നത്. ഞാനാണ് വഴി, ഞാനാണ് സത്യം, ഞാനാണ് ജീവൻ. ആ വഴിയെ നമ്മൾ ദൈവത്തെ പ്രാപിക്കും എന്ന് നമുക്ക് ഉറപ്പുണ്ട്. നമ്മുടെ മുമ്പേ പോയ അനേകർ ദൈവസന്നിധിയിൽ ഈ വഴിയിലൂടെ എത്തിക്കഴിഞ്ഞു. ഈ വഴിയിൽ പാലിക്കേണ്ടതായ കുറേ ധർമാനുഷ്ഠാനങ്ങളുണ്ട്. അതെല്ലാം പടിപടിയായിട്ട് കർത്താവ് നമുക്ക് പറഞ്ഞു തന്നു. 10 പ്രമാണങ്ങളിലൂടെ അവയെല്ലാം നമുക്ക് ഹൃദ്യസ്ഥമാക്കാൻ അവൻ അനുവദിച്ചു. ഈ പ്രമാണങ്ങൾ നിങ്ങൾ പാലിച്ചാൽ നിങ്ങൾ എൻ്റേതാണ്, ഞാൻ നിങ്ങളുടെ ദൈവമാണ് എന്നൊക്കെ അവൻ നമ്മെ പറഞ്ഞ് മനസ്സിലാക്കി തന്നു. അങ്ങനെ ഈ പ്രമാണങ്ങൾ കൃത്യമായി പാലിച്ചുകൊണ്ട് സ്വർഗരാജ്യം നേടാൻ പ്രതീക്ഷയോടെ കഴിയുന്നവരാണ് നമ്മളൊക്കെയും. ഒരു സുവർണ നിയമം നമുക്ക് കർത്താവ് പറഞ്ഞു തന്നിട്ടുണ്ട്. നിന്നോട് മറ്റുള്ളവർ എങ്ങനെ ചെയ്യണമെന്ന് നീ ആഗ്രഹിക്കുന്നോ അതേപോലെ മറ്റുള്ളവർക്ക് നീയും ചെയ്തു കൊടുക്കണം. എവിടെ ഏത് സാഹചര്യത്തിൽ ജീവിച്ചാലും എന്നോട് ഇങ്ങനെ ആരും സംസാരിക്കരുത്, പെരുമാറരുത് എന്ന് ഞാൻ ആഗ്രഹിക്കുന്നെങ്കിൽ ഞാനും ആ വിധത്തിൽ മറ്റുള്ളവരോട് സംസാരിക്കുകയോ പെരുമാറുകയോ ചെയ്യരുത്. എൻ്റെ ദൈവമേ, ആർക്കെങ്കിലും കരുണ തോന്നി എന്നോടൊന്ന് വന്ന് ഒരാശ്വാസം പറഞ്ഞിരുന്നെങ്കിൽ, ഒരു സഹായം ചെയ്തിരുന്നെങ്കിൽ, ഒരു നേരത്തെ ഭക്ഷണത്തിന് ഉള്ള വക തന്നിരുന്നെങ്കിൽ എന്ന ആഗ്രഹം തോന്നിയാൽ അതേപോലെ ആവശ്യക്കാരോട് നമ്മളും പെരുമാറണം. നിന്നോട് മറ്റുള്ളവർ ചെയ്യരുത് എന്ന് നീ ആഗ്രഹിക്കുന്നതൊന്നും മറ്റുള്ളവരോട് നീയും ചെയ്യരുത്. ജീവിതം വളരെ മനോഹരമായി തീരും. ഞാൻ സ്കൂളിൽ കേട്ട ഒരു കാര്യമുണ്ട്. ഓണം അടുത്തു വരുന്ന ഒരു സമയം ഇതേപോലെ പിള്ളേർക്കൊക്കെ എന്തൊരു സന്തോഷമാണെന്നറിയോ. കാര്യം പരീക്ഷയൊക്കെ അടുത്തു വരുന്നുണ്ട്. എന്നാലും അവരുടെ മനസ്സ് അപ്പോഴേ ഓണത്തിലായി കഴിഞ്ഞു. അതിനുള്ള പൂ ശേഖരിക്കണം, അത്തപ്പൂ ഇടണം, ഓണപ്പൂ ഇടണം, അതിനോട് ചേർന്നുള്ള കളികൾ, ഒരു ഊഞ്ഞാൽ കെട്ടണം. ഇങ്ങനെയൊക്കെയുള്ള മക്കളുടെ ഒരുമിച്ചുള്ള ഒരുപാട് പദ്ധതികൾ, കാരണവന്മാർ അതിനു വേണ്ടി ചെയ്യുന്ന സഹായങ്ങൾ, കഷ്ടപ്പെട്ട് പൈസ ഉണ്ടാക്കാൻ വേണ്ടി നെട്ടോട്ടം ഓടുന്ന മാതാപിതാക്കൾ, അന്നത്തേക്ക് വേണ്ട ഭക്ഷണ സാധനങ്ങൾ കരുതുക, അന്ന് കൂട്ടം കൂടിയുള്ള കളികളും ആഘോഷങ്ങളും. ഇതിനോട് ചേർന്ന് സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ്, ഓണം അവധിക്ക് സ്കൂൾ അടയ്ക്കുന്നതിന് മുമ്പ് സ്കൂളിലും ഉണ്ടാകും പല കളികളും മത്സരങ്ങളുമൊക്കെ. സാധാരണ കാണുന്ന ഒന്നാണ് ഓണപ്പൂ ഇടൽ, പൂക്കളം ഉണ്ടാക്കൽ. അതിനുവേണ്ടി ഏതെല്ലാം വഴികളിൽ കൂടെ മക്കൾ പോയി പൂക്കൾ പറിച്ച്
അത് നേരെ പാട്ടിന് പറിച്ചാലും മോഷ്ടിച്ച് പറിച്ചാലും ചിലപ്പോൾ വല്യമ്മച്ചിയുടെ ആ വടി കൊണ്ട് തല്ലുകൊണ്ടിട്ടാണേലും അങ്ങനെയെല്ലാമുള്ള പദ്ധതികൾ, പ്ലാനുകൾ, ഒച്ചയും ബഹളവും കളിയും തമാശയും ഒക്കെ കൊണ്ട് മുഖരിതമായ ഒരു അന്തരീക്ഷം. ഓണത്തിൻ്റെ സമയം. അങ്ങനെയുള്ള ഒരു സ്കൂളിൽ പൂക്കള മത്സരം ഹെഡ് മിസ്ട്രസ് പ്രഖ്യാപിച്ചു. ഇന്ന ദിവസമാണ് പൂക്കള മത്സരം. എല്ലാ ക്ലാസ്സുകാർക്കും സ്ഥലം പറഞ്ഞു കൊടുത്തു. ഇന്നിടത്ത് നിങ്ങളിട്ടോളൂ, ഇവിടെ മറ്റേ ക്ലാസ്സുകാർ പൂവിടേണ്ട സ്ഥലം എല്ലാം പറഞ്ഞു കൊടുത്തു. കഴിഞ്ഞ വർഷത്തെ പൂവിടൽ മത്സരത്തിന് 8Bക്കാണ് ഒന്നാം സമ്മാനം കിട്ടിയത്. അത് ഷാജു എന്ന് പറഞ്ഞൊരു മോനുണ്ട്, മൊഹം മിട്ടുക്കൻ. അവൻ മുന്നിൽ നിന്ന് വേണ്ട സജ്ജീകരണങ്ങളൊക്കെ ചെയ്തതുകൊണ്ടാണ് അവർക്ക് ആ സമ്മാനം കിട്ടിയതെന്ന് എല്ലാ പിള്ളേർക്കും അറിയാം. ഈ തവണ അവർ നേരത്തെ മത്സരത്തിനുള്ള ഒരുക്കം തുടങ്ങി. അവരതിൻ്റെ പ്ലാനുണ്ടാക്കി, പൂക്കളത്തിൻ്റെ പടം വരച്ചുണ്ടാക്കി, പൂക്കൾ എവിടെ നിന്ന് ശേഖരിക്കാമെന്നൊക്കെ മനസ്സിൽ കണ്ടു. അവരുടെ വീട്ടിൽ അവരോട് ഇഷ്ടമുള്ളവരുടെ സ്ഥലത്ത് കടകളിൽ ഒക്കെ പോയി പൈസ പിരിച്ചു. ഒരുപാട് സാധനങ്ങളൊക്കെ വാങ്ങി അലങ്കരിക്കണം. അങ്ങനെ ഒരു നല്ല തുക അവരുടെ കൈ കിട്ടി. അത് സൂക്ഷിക്കാൻ വേണ്ട ആളെ ഏൽപ്പിച്ചു. അങ്ങനെ പിള്ളേരെന്നും തിരക്കിലാണ്. ഒരുപാട് ഇനിയും ചെയ്യാനുണ്ട്. അങ്ങനെ പലരിൽ നിന്ന് പൈസ കിട്ടിയപ്പോൾ തന്നെ അവർക്കൊരു സമാധാനമായി. തികയാത്തതൊക്കെ വാങ്ങാലോ, പൂക്കളാണെങ്കിൽ പോലും വാങ്ങാൻ കിട്ടും. അങ്ങനെ അവർ വളരെ പ്രതീക്ഷയോടെ ഈ തവണയും ഫസ്റ്റാകണമെന്നുള്ള ദൃഢനിശ്ചയത്തോടെ ഒരുങ്ങിക്കൊണ്ടിരിക്കുമ്പോഴാണ് ഒരു ദിവസം കാലത്തെ ടോമി എന്ന് പറയുന്ന അവരുടെ കൂട്ടുകാരൻ കരഞ്ഞു ചുമന്ന മുഖവും കലങ്ങിയ കണ്ണുമായിട്ട് ക്ലാസ്സിൽ വരുന്നു. എല്ലാവരും കൂടെ ഒന്നിച്ചെഴുന്നേറ്റു. എന്നാ പറ്റിയടാ? എടാ ടോമി, എന്താ കരയുന്നേ? അപ്പോഴത്തേക്കും ടോമിയുടെ സങ്കടം കൂടി. അവൻ ഉറക്ക കരയാൻ തുടങ്ങി, വലിയ കരയാൻ തുടങ്ങി. അവൻ്റെ ചുണ്ടൊക്കെ ഇങ്ങനെ വിതുമ്പുക, പറയാനൊന്നും കിട്ടുന്നില്ല. എല്ലാവർക്കും വിഷമായി. പിന്നെ എന്തു പറ്റിയാവോ? അങ്ങനെ സങ്കടപ്പെട്ട് ചുറ്റും കൂടി ആശ്വാസവചനമൊക്കെ പറഞ്ഞ് അവസാനം ടോമി പറഞ്ഞു, കാലത്തെ അച്ചാച്ചൻ ആടിന് ഇല വെട്ടാൻ വേണ്ടി പ്ലാവേ ചവിട്ടി കയറി കുറച്ചങ്ങോട്ട് കയറി കഴിഞ്ഞപ്പോൾ കാല് തെന്നി ചവിട്ടിയ കമ്പൊടിഞ്ഞ് അച്ചാച്ചൻ താഴെ വന്ന് വീണ് എഴുന്നേക്കാൻ മേല. എല്ലാവരും കൂടി ആശുപത്രിയിൽ കൊണ്ടുപോയി. ഒരു വശത്തെ എല്ലാം ഒടിഞ്ഞു എന്നാണ് പറയണേ. അച്ചാച്ചനെ എഴുന്നേക്കില്ലെന്ന്. പിള്ളേർക്കൊക്കെ സങ്കടമായി. പൈസ സൂക്ഷിച്ചവൻ അപ്പം തന്നെ പൈസപ്പൊതി എടുത്ത് കൈ പിടിച്ചു. എന്നിട്ട് അവർ തമ്മിൽ ചിലരൊക്കെ പറയാൻ തുടങ്ങി, എന്നത്തിനാ നമുക്ക് സമ്മാനം? ഇവൻ്റെ വീട്ടിൽ 10 പൈസ എടുക്കാനില്ല. എത്ര ദിവസം ഇവൻ ഉച്ചയ്ക്ക് ചോറില്ലാതെ വന്നിട്ടുണ്ടെന്നറിയാമോ? നിങ്ങൾക്ക് ആർക്കെങ്കിലുമൊക്കെ അറിയാമോ? പറയാവുന്ന പലരുണ്ട്. വളരെ പാവപ്പെട്ടൊരു വീട്, കൂലിപ്പണി ചെയ്ത് ജീവിക്കുന്ന അപ്പച്ചൻ. ആ കൊല്ലത്തെ പൂവിടൽ മത്സരത്തിൻ്റെ റിസൾട്ട് വന്നു. 8Bക്ക് ഒരു ദുഃഖവും തോന്നിയില്ല. അവരുടെ എല്ലാ കുട്ടികളുടെയും മനസ്സിൽ വലിയ സന്തോഷം. അപ്പച്ചനെ സഹായിക്കാൻ കഴിഞ്ഞു. അവരുടെ സഹായം കൊണ്ട് അപ്പച്ചന് പ്ലാസ്റ്റർ ഇട്ടു. അവരുടെ സഹായം കൊണ്ട് അപ്പച്ചൻ്റെ മുറിവുകൾ ഉണങ്ങി. അവർ സഹായിച്ചതുകൊണ്ട് ഡോക്ടറിന് ചെയ്യേണ്ടതൊക്കെ ചെയ്യാൻ സാധിച്ചു. അങ്ങനെ ഒരു ദിവസം അവരുടെ വാർഷിക സമ്മേളനം നടക്കുന്ന അന്ന് മക്കളെല്ലാം കൂടെ കൊതിച്ച് വിളിച്ചതുകൊണ്ട് അപ്പച്ചൻ ടോമിയുടെ തോളെ പിടിച്ച് ഒരു കയ്യിൽ ഒരു വടിയും കുത്തിപ്പിടിച്ച് സ്കൂളിൽ വന്നു ആനിവേഴ്സറിക്ക് കൂടാൻ. കളികളും തമാശകളും ഒക്കെ കണ്ട് അപ്പച്ചനും ചിരിച്ചു. ഈ മക്കളോട് അപ്പച്ചനൊരു പ്രത്യേക സ്നേഹമുണ്ട്. ഈ കുഞ്ഞുങ്ങൾ കാരണമാണ് ഇപ്പോൾ താൻ എഴുന്നേറ്റ് നടക്കുന്നതെന്ന് അപ്പച്ചനറിയാം. നമ്മുടെയും ജീവിതത്തിലേക്ക് ഈ കൊച്ചുമക്കൾ വിരൽ ചൂണ്ടുകയാണ്. നമുക്ക് ചെയ്യാൻ കഴിയുമായിരുന്ന എത്രയോ അവസരങ്ങൾ ദൈവം നമ്മുടെ കൺമുമ്പിൽ തന്നിട്ടുണ്ട്. നമ്മളില്ലെങ്കിൽ ആ കാര്യം ഭംഗിയാകില്ല. നമ്മൾ പ്രവർത്തിക്കുന്നില്ലെങ്കിൽ അവിടെ വിജയമുണ്ടാകില്ല. ആശുപത്രിയിൽ ഇടയ്ക്കിടയ്ക്ക് ബോധക്കേടായിട്ട് വന്നിരുന്നൊരു പെൺകുട്ടിയെ ഞാൻ ഓർക്കുന്നു. ഡാഡിയുടെയും മമ്മിയുടെയും ഏക മകളാണ്. അവൾ വലുതായി വരുമ്പോൾ എൻ്റെ അനുജത്തിയായി തീരുമെന്ന് എനിക്കൊരു പ്രതീക്ഷയുണ്ട്. കാരണം സൈസ് അതുപോലെയാണ്.
ബാങ്ക് മാനേജറുടെ മകള്, ആണും പെണ്ണുമായിട്ടുള്ള ഒരേ ഒരു സന്താനം. അങ്ങനെ ഇവള് ബോധം കെട്ട് വന്നു. ഏതാണ്ട് ഒരു 10,000 രൂപയൊക്കെ സാധാരണഗതിയിലാകുവോളം ആശുപത്രി കിടക്കും. അവൾക്കറിയാം അവൾക്കായിട്ട് ഉപയോഗിക്കുന്ന ഓരോ മരുന്നിൻ്റെയും വിലയും, അതിപ്പോൾ എത്രയായി, എത്ര കുപ്പി ഇഞ്ചക്ഷനായി, എത്ര ഗുളികയായി, എല്ലാം അവൾക്കറിയാം. അങ്ങനെ ഏകദേശം ഒരു 10,000 ഒക്കെ ആവുമെന്ന് കാണുമ്പോഴത്തേക്ക് അവൾക്ക് സൂക്കടൊക്കെ മാറും. അവളെ വീട്ടിൽ കൊള്ളാൻ ഡോക്ടർ അനുവദിക്കും. മരുന്നൊക്കെ ആയിട്ട് അവൾ വീട്ടിൽ വരും. വീണ്ടും ബെഡൊക്കെ ശരിയാക്കി മാറ്റി നമ്മൾ പുതിയ പേഷ്യൻ്റായിട്ട് ഒരുക്കിയാലും എൻ്റെ മനസ്സിലുണ്ട് 3 മാസത്തിനോടകം അവൾ വീണ്ടും വരും. മിക്കവാറും ആ ബെഡ് തന്നെയായിരിക്കും, അവൾക്ക് ഇഷ്ടം അത് തന്നെയാണ്. ഒരു ദിവസം ഇവൾ വന്ന് കിടന്നപ്പോൾ ഞാൻ ഇവളോട് വളരെ രഹസ്യമായിട്ട് അവൾ മാത്രമുള്ള നേരത്തെ ചെവിയിൽ ചോദിച്ചു, കുഞ്ഞേ, നീ വന്നപ്പോൾ ശരിക്കും ബോധം കെട്ടാണോടി വന്നേ? അവൾ പെട്ടെന്ന് എന്നെ സൂക്ഷിച്ചു നോക്കി. എൻ്റെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കി അവൾ ചോദിച്ചു, ആരാ സിസ്റ്ററിനോട് പറഞ്ഞേ ഞാൻ ബോധം കെട്ടില്ല എന്ന്? അയ്യോ, എന്നോടാരും പറഞ്ഞിട്ടല്ല, ഞാനൊരു സംശയം ചോദിച്ചെന്നേ ഉള്ളൂ. നിന്നെ കാണുമ്പോൾ തന്നെ എൻ്റെ അനീതിയാണെന്ന് എനിക്കൊരു തോന്നലാണ്, അതുകൊണ്ടൊരു സ്വാതന്ത്ര്യം കൊണ്ട് ചോദിച്ചു പോയതാണേ. നീ ശരിക്കും ബോധം കെട്ടായിരുന്നോ? അതൊന്ന് പറയാമോ? അപ്പോൾ അവൾ എന്നോട് പറഞ്ഞു, സിസ്റ്റർ, ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ഇവിടെ വരുന്നത് എന്തിനാണെന്നോ? എൻ്റെ ഡാഡിയെ മര്യാദ പഠിപ്പിക്കാനാണ്. ഞാനെങ്ങും ബോധം കെട്ടില്ല സിസ്റ്റേ, ഇതുവരെ ഞാൻ ബോധം കെട്ടിട്ടില്ല. എനിക്ക് ആ സമയത്ത് നടക്കുന്നതെല്ലാം അറിയാം. എന്താ സംഭവിച്ചേ, ആരെന്താ ചെയ്തേ, എന്ത് ഇഞ്ചക്ഷനാണ് കുത്തിവെച്ചേ, എന്ത് മരുന്നാ തന്നെ, എല്ലാം എനിക്കറിയാം. പിന്നെ എൻ്റെ ഡാഡി പിശുക്കനാണ് സിസ്റ്റേ. എൻ്റെ ക്ലാസ്സിലെ കൂലിപ്പണിക്കാരുടെ മക്കൾ വരെയുണ്ട്. അവർക്ക് സ്കൂളിൽ പോകാനുള്ള ഡ്രസ്സ്, അതിൻ്റെ കൂടെ അവരുടെ സ്പെഷ്യൽ ഡ്രസ്സ്, പള്ളിയിലെ വിശേഷ അവസരങ്ങളിൽ പോകാനുള്ള ഡ്രസ്സ്, നേറ്റിയിടാനുള്ള ഡ്രസ്സൊക്കെ ഉണ്ട് സിസ്റ്റർ അവർക്ക്. എനിക്കാകെ ഉള്ളത് നേറ്റിയിടാനും പള്ളിയിൽ പോകാനും വിശേഷത്തിനണിയാനും ഒക്കെ കൂടി ആകെ ഉള്ളത് ഇവിടുത്തെ സ്പെഷ്യൽ ഡ്രസ്സ് ഒഴികെ, അത് 2 ഉണ്ട്, അതൊഴികെ 2 ഡ്രസ്സ്. ഒന്ന് അലക്കി ഉണക്കി തേച്ചെടുത്തെങ്കിലേ മറ്റത് അലക്കാനിടാൻ പറ്റുള്ളൂ. ഞാനൊരു ബാങ്ക് മാനേജറുടെ ആണും പെണ്ണുമായിട്ടുള്ള മകളാണ്. എൻ്റെ അപ്പച്ചന് എനിക്ക് നല്ല ഡ്രസ്സും നല്ല ആഭരണങ്ങൾ എൻ്റെ കൂട്ടുകാർ നടക്കുന്നത് പോലെ നടക്കത്തക്ക സൗകര്യങ്ങൾ ചെയ്തു തരാൻ കഴിവുണ്ട് സിസ്റ്റർ. പക്ഷെ ചെയ്യില്ല. 10 പൈസ എനിക്ക് വേണ്ടി മുടക്കില്ല സിസ്റ്റർ. അതുകൊണ്ട് എനിക്കും വാശിയുണ്ട്. അങ്ങേര് പഠിക്കട്ടെ, അനുഭവിക്കട്ടെ. ഇടയ്ക്കിടയ്ക്ക് 10,000, ചിലപ്പോൾ അതിലും കുറച്ചും കൂടി കൂടുതൽ ഞാൻ നഷ്ടപ്പെടുത്തും, ഒരു കാര്യമില്ലാതെ. തരുന്ന ഗുളികകൾ മിക്കവാറും തലവണ്ണയുടെ അടിയിലേ പോകുള്ളൂ. അത് കഴിയുമ്പോൾ ഇവിടെ അടിക്കാൻ വരുന്ന ചേച്ചി വരുമ്പോൾ ആ കൊട്ടയിലേക്ക് ഞാനങ്ങ് ഇട്ടേക്കും. അങ്ങനെ ഞാൻ മര്യാദ പഠിപ്പിക്കുന്നേ. നിങ്ങളിനി ബാങ്ക് മാനേജറാണെങ്കിൽ വീട്ടിൽ ചെന്ന് ഒറ്റ മുള പിടിച്ച് തല്ലിയിട്ടൊന്നും കാര്യമില്ല. ഓരോരുത്തരും ചിന്തിക്കണം, നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് നമ്മളോടുള്ള സ്നേഹം എങ്ങനെ വളർത്താൻ പറ്റുമെന്ന്. നമ്മളോടുള്ള ആദരവ് അത് തല്ലിക്കൊട്ടി വളർത്തേണ്ടതല്ല. ഡാഡിയോട് വാശി പിടിക്കുന്ന മകൾക്കും മകനും ഒരുപാട് നഷ്ടം വരുത്താൻ പറ്റും. ഇതേപോലെ ഞാനൊരു മോൻ്റെ കാര്യം ഓർക്കുന്നുണ്ട്. അവന് 1-2 ദിവസങ്ങളെന്ന് പറഞ്ഞോണം ഛർദി, വയറ്റിളക്കം. അപ്പോൾ ഒരു ദിവസം സമയമുള്ള നേരത്ത് ഞാനിവനെ വിളിച്ചു. ഞാൻ പറഞ്ഞു, മോനെ, നിനക്കെന്താ ഇങ്ങനെ എപ്പോഴും ഈ ഛർദി? നീ വീട്ടിലൊന്നും കഴിക്കുന്നില്ലെന്നാണല്ലോ ഞാൻ മമ്മിയോട് ചോദിച്ചപ്പോൾ പറഞ്ഞത്. മമ്മിക്ക് ഭയങ്കര സങ്കടമാണ്. എന്തോ ഉണ്ടാക്കി തരാൻ മമ്മി റെഡിയാണ്. ദൈവം ആവശ്യത്തിന് മുതൽ തന്നിട്ടില്ലേ നിങ്ങൾക്ക്? പിന്നെ നിനക്ക് വീട്ടിൽ നിന്ന് ഭക്ഷണം കഴിച്ചാൽ എന്താ? മമ്മി ഇഷ്ടപ്പെട്ട് സ്നേഹപൂർവ്വം നല്ല ഭക്ഷണം ഉണ്ടാക്കി കൊണ്ടു വെച്ചാലും നീ അത് തൊട്ട് നോക്കുക പോലും ഇല്ലെന്നും, ഡാഡിയുടെ പൈസ ഇഷ്ടം പോലെ ഡാഡിയുടെ പോക്കറ്റിൽ നിന്ന് നീ എടുത്തുകൊണ്ട് പോരുമെന്നൊക്കെയാണ് മമ്മി സങ്കടപ്പെട്ട് എന്നോട് പറഞ്ഞത്. നിൻ്റെ കുറ്റം പറഞ്ഞതല്ല മോനെ, മമ്മിയുടെ വേദന കൊണ്ട് പറഞ്ഞതാ. നേരാണോ? കൊച്ചിൻ്റെ കണ്ണ് നിറഞ്ഞൊഴുകാൻ തുടങ്ങി. ഞാൻ ചോദിച്ചു, കരയണ്ട, കളിയാക്കാൻ ചോദിച്ചതല്ലല്ലോ, കുറ്റപ്പെടുത്തി ചോദിച്ചതല്ല, നിനക്കെന്തു പറ്റി? അപ്പോഴാണ് അവൻ ആ സത്യം പറഞ്ഞത്. വീട്ടിൽ നിന്ന് എവിടെയൊക്കെ പൈസ ഇരിപ്പുണ്ടോ അതെല്ലാം എടുത്തുകൊണ്ട് പോരും. എന്നിട്ട് ചുറ്റുമുള്ള ചായക്കട, ഹോട്ടല്, ഫാസ്റ്റ് ഫുഡ് ഇങ്ങനെയൊക്കെ ഉള്ളിടത്ത് പോയി അവർ തലേ ദിവസത്തെ ബാക്കിയിരിക്കുന്നത്
കൈ ചൂണ്ടി അത് കാണിച്ചു കൊടുത്ത് അവൻ വാങ്ങിക്കും, പറഞ്ഞ പൈസയും കൊടുക്കും. വീട്ടിൽ നിന്നൊന്നും കഴിക്കാത്തത് കൊണ്ട് നല്ല വിശപ്പുണ്ടാകും. ആ വളിച്ചതും പുളിച്ചതുമൊക്കെ ആവോളം അവൻ അകത്താക്കുമ്പോൾ ഡാഡിയോടുള്ള വിരോധ, അവനെ സ്നേഹിക്കാത്ത ഡാഡി, അവൻ്റെ ഒരു സംഗതിക്കും സ്കൂളിൽ വരാത്ത ഡാഡി, സാറ് വിളിച്ചാലും സ്കൂളിൽ അവന് സമ്മാനം കിട്ടിയാലും അവന് വേണ്ടിയിട്ട് പല സംഗതികൾ ഒന്ന് ഡാഡിയോട് സംസാരിക്കാൻ വേണ്ടിയിട്ട് ഹെഡ് മാസ്റ്റർ എഴുത്തു കൊടുത്തു വിട്ടാലും ഡാഡി വരില്ല. നീ പൊടിയെന്ന് പറഞ്ഞ് അമ്മയെ പറഞ്ഞു വിടുകയുള്ളൂ. അവൻ്റെ ഒരു കാര്യത്തിലും ഡാഡിക്ക് താല്പര്യമില്ല. ആദ്യമൊക്കെ സമ്മാനം കിട്ടുമ്പോൾ അവൻ ഡാഡിയുടെ അടുക്ക ഓടിക്കൊണ്ട് ചെല്ലും. ദേ നോക്കിക്കേ ഡാഡി, ആവു വേറെ ആർക്കും കിട്ടാത്തോണം. അത്രയേ ഉള്ളൂ ഡാഡിയുടെ പ്രശംസ. അതും പറഞ്ഞ് ഡാഡിയുടെ ജോലി തുടരും. നന്നായിരിക്കുന്നു മോനെ, ഒരു സന്തോഷ വാക്കുപോലും ഡാഡി പറയില്ല. അതിൻ്റെയൊക്കെ പരിഹാരമായിട്ടാണ് ഇന്ന് ഇവനിങ്ങനെ രോഗിയാകുന്നത്. എന്നാലെങ്കിലും ഡാഡി മോനെന്നൊന്ന് വിളിക്കാൻ, മോൻ്റെ അടുത്തൊന്ന് വരാൻ, മോൻ എന്തെങ്കിലുമൊക്കെ ഒന്ന് ഒരു സഹായം ചെയ്യാൻ ഡാഡിക്ക് നേരമില്ല. അവസാനം ഈ വിവരം ഡോക്ടറിനോട് സൂചിപ്പിച്ചു. അതുകൊണ്ടാണ് ഇവനിങ്ങനെ കൂടെ വയറ്റിളക്കം ഛർദിയൊക്കെ വരുന്നത്. ഡോക്ടർ അവനുമായി കുറേ നേരം സംസാരിച്ചു. ചെയ്യേണ്ടതൊക്കെ അവനെ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്തു. ഡാഡിയോട് സംസാരിച്ചു. ഡാഡിയെക്കുറിച്ച് മോനുള്ള ദുഃഖം സാറ് പറഞ്ഞപ്പോഴാണ് ഡാഡിക്ക് ശരിക്കും മനസ്സിലായത്. അന്നു മുതൽ ഡാഡിക്ക് മാറ്റം വന്നു. അവൻ സ്കൂൾ വിട്ട് വന്നാൽ കുറേ സമയം മോൻ്റെ കൂടെ ചിരിക്കാൻ, കളിക്കാൻ, അവൻ്റെ വിശേഷങ്ങൾ ആരായാനൊക്കെ ഡാഡി സമയമെടുത്തു. ഇന്നവൻ വലിയൊരു ഉദ്യോഗസ്ഥനാണ്. അവൻ്റെ മക്കളെ സ്നേഹിക്കാനും അവരുടെ കാര്യങ്ങളെ ശ്രദ്ധിക്കാനും ഈ മോന് സമയമുണ്ട്. സമയമുള്ളത് അവൻ സ്വന്തം ജീവിതത്തിൽ അത് അനുഭവിച്ചത് കൊണ്ടാണ്. തൻ്റെ ഡാഡിയുടെ സ്നേഹം, ഡാഡിയുടെ കരുതൽ നമ്മുടെയും കുടുംബത്തിലേക്ക് ഒന്ന് കണ്ണൊടിക്കുക. ദൈവം തന്ന മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. അവരെ വളർത്തി ദൈവത്തിനും കുടുംബത്തിനും നാടിനും നല്ലവരാക്കി തീർക്കുകയാണ് മാതാപിതാക്കളുടെ ജോലി. നിങ്ങളുടെ ആ തലത്തിൽ നിന്ന് നിങ്ങൾ വിചാരിക്കുന്നത് പോലത്തെ നന്മയല്ല അവർക്ക് വരേണ്ടത്. ദൈവം എന്തിനായി ഈ മക്കളെ തന്നോ ആ വഴിയിലൂടെ അവർ മുന്നോട്ട് പോട്ടെ. പലപ്പോഴും നമ്മുടെ കടുംപിടുത്തം കൊണ്ട് ഡോക്ടറാകാനുള്ള എല്ലാ കൃപയും കൊടുത്തിരിക്കുന്നൊരു മോൻ രോഗികളെ കാണുമ്പോൾ മനസ്സലിയുന്ന ഒരു ഹൃദയം അവനുണ്ട്. അവൻ പരീക്ഷയിൽ നല്ല മാർക്ക് വാങ്ങി മെറിറ്റിൽ തന്നെ ഡോക്ടർ ലൈൻ അഡ്മിഷൻ കിട്ടി. ഡാഡി വിടില്ല. ഡാഡിക്ക് അവനൊരു വലിയ പത്രപ്രവർത്തകനാകണം. അതല്ലാതെ വേറെ ഒന്നും ഡാഡിയോട് പറയണ്ട. പിടിച്ച പിടിയാൽ ഡാഡി അവനെ വേറെ ലൈനിൽ പഠിക്കാൻ വിട്ടു. ഇന്ന് അവൻ എത്ര ചികിത്സിച്ചാലും സുഖപ്പെടാത്തൊരു മാനസിക രോഗിയാണ്. അവനുമുണ്ട് വാശി, അവനുമുണ്ട് എതിർപ്പ്. അത് പ്രകടിപ്പിക്കാൻ അവനെടുത്ത വഴികൾ തെറ്റിപ്പോയി. അവനെ തന്നെ ദ്രോഹിച്ചു, അവൻ്റെ ആരോഗ്യം നശിപ്പിച്ചു. ഇന്ന് ഡാഡിക്കറിയാം ഞാനാണ് അവനെ ഇങ്ങനെ ആക്കിയത്. ഇറ്റ്സ് ടു ലേറ്റ്, താമസിച്ചു പോയി. ഇനി അത് ശരിയാക്കാൻ ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള അനുഭവങ്ങൾ പലതുണ്ട്. നമ്മുടെ കുഞ്ഞുങ്ങൾക്ക് ഇങ്ങനെയുള്ള അനുഭവം വരരുത്. എന്നും എൻ്റെ മാതാപിതാക്കൾ പ്രാർത്ഥിക്കണം. ദൈവസന്നിധിയിൽ കുടുംബം ഒന്നിക്കണം. ഒരു ദിവസത്തിൻ്റെ അധ്വാനം എല്ലാം കഴിഞ്ഞ് മാതാപിതാക്കളും മക്കളും തമ്പുരാൻ്റെ മുമ്പിൽ ഒരുമിച്ച് കൂടി, ഏതു മതമാട്ടെ, ഒരുമിച്ച് കൂടി നന്ദി പറയണം. ദൈവമേ, ഈശ്വര, ഈ ദിവസം നീ ഞങ്ങൾക്ക് തന്ന കൃപകൾക്കെല്ലാമായിട്ട് നന്ദി. എല്ലാത്തിനും നിന്നെ സ്തുതിക്കുന്നു, ഓരോരുത്തരെയും സമർപ്പിക്കുന്നു. നിൻ്റെ ഇഷ്ടം മാത്രം നടക്കട്ടെ എന്ന് പറഞ്ഞ് എല്ലാം നമുക്ക് സമർപ്പിക്കണം. അപ്പോൾ മാതാപിതാക്കൾക്ക് ദൈവം ബോധം തരും. ഏതു വഴിക്ക് മക്കളെ കൊണ്ടുപോകണം, എന്തിന് അഡ്മിഷൻ വാങ്ങണം, എങ്ങനെ മുന്നോട്ട് പോകണം, എല്ലാം ദൈവം അവർക്ക് കാണിച്ചു കൊടുക്കും, മനസ്സിലാക്കി കൊടുക്കും. മക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണം. ഓരോരുത്തരുടെയും പേര് പറഞ്ഞ് പ്രാർത്ഥിക്കണം. അങ്ങനെ ദൈവത്തിൻ്റെ കരം പിടിച്ച് തന്ന മക്കളെ ദൈവദാനമായി അനുഭവിച്ച് അവർക്ക് വേണ്ടിയിട്ട് ദൈവത്തോട് സഹകരിച്ച് നിങ്ങൾ അധ്വാനിക്കുമ്പോൾ ആ മക്കൾ നിങ്ങളുടെ അഭിമാനമായി തീരും. ആ മക്കൾ നിങ്ങളെ ഓർത്ത് സന്തോഷിക്കും,
നിങ്ങൾക്ക് ആ മക്കളെ ഓർത്ത് സന്തോഷിക്കാനും അഭിമാനിക്കാനും ഇടവരും. അതുകൊണ്ട് സ്നേഹമുള്ള മാതാപിതാക്കളെ, നിങ്ങൾ മക്കളെ ഒരു ഭാരമായി കാണരുത്. എൻ്റെ മക്കൾ മാതാപിതാക്കളിൽ പോരായ്മകൾ കണ്ട് ആക്ഷേപിക്കരുത്. നിങ്ങളൊരു കാര്യം മറക്കരുത് മക്കൾ, ഈ അപ്പനെയും അമ്മയെയും ഈ സഹോദരങ്ങളെയും കുടുംബത്തെയും നിങ്ങൾക്ക് വേണ്ടി ദൈവം തിരഞ്ഞെടുത്ത് തന്നതാണെന്ന് മറക്കരുത്. ആ വാക്കാണ് പ്രധാനം. ദൈവം തിരഞ്ഞെടുത്ത് തന്നതാ. അനേകായിരം സാമ്പിളുകളിൽ നിന്ന് ഈ ഡാഡിയെ തന്നെ, ഈ മമ്മിയെ തന്നെ, ഈ ചേട്ടായി, ഈ ചേച്ചിയെ തന്നെ ദൈവം തിരഞ്ഞെടുത്ത് തന്നതാ. അതുകൊണ്ട് ഒരിക്കലും പിറുപിറുക്കരുത്, കളിയാക്കരുത്. കൂട്ടുകാരുടെ അടുക്കൽ ചെന്ന് ആക്ഷൻ കാണിച്ച് അവർ ചിരിക്കാൻ വേണ്ടി നിങ്ങളുടെ മാതാപിതാക്കളെ നൊമ്പരപ്പെടുത്തരുത്. മാതാപിതാക്കളെ, ദൈവം തന്ന മക്കൾ എവിടെ എത്തിച്ചേരണമെന്ന് ദൈവം നിശ്ചയിച്ചിട്ടുണ്ട്. അതോട് സഹകരിച്ചാൽ അവർ നിങ്ങൾക്ക് അനുഗ്രഹമായി തീരും. അങ്ങനെ നമ്മുടെ കുടുംബങ്ങൾ ഓരോരുത്തരും ദൈവം നിശ്ചയിച്ച സ്ഥാനത്ത് നിൽക്കുകയും ദൈവം കരുതുന്ന കാര്യങ്ങൾ ചെയ്യുകയും ദൈവം ആഗ്രഹിക്കുന്നത് പോലെ തമ്മിൽ സ്നേഹിക്കുകയും ചെയ്യുമ്പോൾ ആ കുടുംബം ഒരു സ്വർഗമായി തീരും. അതിലും വലിയ അനുഗ്രഹം എന്താ വേണ്ടത്? നാഴി അരിയിട്ട് കഞ്ഞി ആക്കിയിട്ട് അതെല്ലാവരും കൂടെ വട്ടം കൂടിയിരുന്ന് കോരി കുടിക്കുന്നതല്ലേ? എല്ലാ വിഭവങ്ങളും ഉണ്ട്, പക്ഷേ സമാധാനവും സ്വസ്ഥതയും ഇല്ലാത്ത ഒരു കുടുംബത്തേക്കാൾ നല്ലത്. അതുകൊണ്ട് ഈ സമാധാനം ദൈവ തിരുമനസ് നിറവേറ്റുമ്പോൾ, ദൈവം സ്നേഹമായി കൂടെ വസിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്ന ഈ സന്തോഷം, ഈ സമാധാനം, ഇത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ മുതലായിത്തീരട്ടെ, അഭിമാനമായിത്തീരട്ടെ. അങ്ങനെ നിങ്ങൾ ഒരുമിച്ച് ഈ വഴി സന്തോഷത്തോടെ നടന്ന് ദൈവസന്നിധിയിലെത്തി അനുഗ്രഹം പ്രാപിക്കാൻ ദൈവം നിങ്ങൾക്ക് ഇടവരുത്തട്ടെ എന്ന പ്രാർത്ഥനയോടുകൂടെ ദൈവാനുഗ്രഹം സമൃദ്ധമായി നേർന്നുകൊണ്ട് ദൈവകരങ്ങളിലേക്ക് നിങ്ങളെ സമർപ്പിക്കുന്നു. ആമേൻ.